പദ്ധതി പ്രഖ്യാപിക്കുന്നതും എങ്ങും എത്താതെ പാഴായി പോകുന്നതും എല്ലാം ഒരുപാട് കണ്ടവരാണ് നമ്മൾ മലയാളികൾ. അത്തരത്തിലൊരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഉന്നത നിലവാരത്തിൽ പൊതു ശുചിമുറി സമുച്ചയങ്ങൾ എന്നിവ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. പലയിടത്തും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ശൗചാലയവും അനുബന്ധ വിശ്രമുറിയും ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നു. എന്നാൽ കിളിമാനൂർ മടവൂർ പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് സമുച്ചയത്തിൻ്റെ അവസ്ഥ അത് കണ്ടു തന്നെ അറിയണം. പൊതുജനങ്ങൾക്കായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി മടവൂർ പഞ്ചായത്ത് നിർമ്മിച്ച ഒരു പദ്ധതിയാണ് ഇങ്ങനെ വെറുതെ കിടന്ന് നശിക്കുന്നത്. ഇങ്ങനെ കിടന്ന് നശിച്ചിട്ടും അതിനെ നവീകരിച്ച് നേരെയാക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറാകാത്തതിനെയാണ് നാട്ടുകാരും യാത്രക്കാരും ചോദ്യം ചെയ്യുന്നത്. പള്ളിക്കൽ പാരിപ്പള്ളി റോഡിൽ മടവൂർ ജംഗ്ഷനിലെ പൊതുമാർക്കറ്റിനുള്ളിലാണ് 2021 ശൗചാലയം നിർമ്മിച്ചത്. യാത്രക്കാർക്കും നാട്ടുകാർക്കുമായി അതിവിശാലമായ ശൗചാലയമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നത്. മടവൂർ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ച പൊതു ശൗചാലയം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പോലും അകത്തേക്ക് കയറാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ശൗചാലയമുള്ളത്. ശൗചാലയം നേരെയാക്കി നൽകണമെന്ന് നാട്ടുകാർ പലതവണ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല. ഈ മടവൂർ പഞ്ചായത്തിൽ ചെയ്തു വെച്ചേക്കുന്ന ഇത് കണക്കൊരു ഒരു മാർക്കറ്റിനകത്ത് ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് ടേക്ക് എ ബ്രേക്ക്. ഇതിന് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ സ്ത്രീകളായ ആളുകൾക്ക് ടേക്ക് എ ബ്രേക്ക് സമരത്തിലൂടെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനൊരു ഇവിടെ ഒരു കുടുംബശ്രീയെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന അവർക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാകുന്നൊരു സമ്പ്രദായം. ഇത് നോക്കേണ്ടത് കുടുംബശ്രീയാണ്. പഞ്ചായത്ത് സെക്രട്ടറിയും കുടുംബശ്രീയും തമ്മിലൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് അവർക്കൊരു വരുമാനമുണ്ടാക്കുന്ന പദ്ധതിയായിട്ട് ടേക്ക് ബ്രേക്കിനെ മാറ്റി. ശൗചാലയം വൃത്തിയാക്കി നവീകരിക്കാൻ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ജനറൽ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തെങ്കിലും ഇതുവരെ അത് നടപ്പിലാക്കി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കരാർ ഏറ്റെടുക്കാൻ ഇതുവരെ ആരും തയ്യാറായി വന്നിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ഇതിനെ ശുചീകരിച്ച് ഈ കാടും പടലും എല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം ഇവിടെ പ്രത്യേകം വഴിയുണ്ടാക്കിയതിന് ശേഷം ഇത് പെയിൻ്റ് അടിച്ചത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഹരിതകർമ്മ സേനയ്ക്ക് അംഗത്തിന് തന്നെ അവരുടെ യൂണിറ്റ് തന്നെ കൈമാറി യൂസർ ഫീ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തിക്കുന്ന MCF-ഉം ശൗചാലയത്തിന് മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും ശൗചാലയം ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. കൂടാതെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ശുചിമുറി കെട്ടിടം. നശിച്ചുകൊണ്ടിരിക്കുന്ന വിശാലമായ ഈ പൊതു ശൗചാലയം നേരെയാക്കാൻ വഴികൾ ഒരുപാടുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കാൻ എടുക്കുന്ന കാലതാമസം വളരെ വലുതാണ്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനായുള്ള നടപടികൾ മടവൂർ പഞ്ചായത്ത് വേഗത്തിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.